നമസ്കാരം. ഒക്ടോബർ 9, 2024 മുതൽ ഫെബ്രുവരി 4, 2025 വരെ ഉള്ള സമയങ്ങളിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈയൊരു സമയത്തെ ഫലം എല്ലാ രാശിക്കാരെയും എങ്ങനെ ബാധിച്ചേക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ചന്ദ്രരാശി വച്ചിട്ടും നിങ്ങളുടെ ലഗ്നം വച്ചിട്ടും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മേടം ലഗ്നം, മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇവിടെ ഇടവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ 2-ാം ഭാവത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരായിരുന്നു എങ്കിൽ ആ സ്ഥിതിയിലൊക്കെ മാറ്റം വരും. അതുമാത്രമല്ല, ആരോഗ്യവും ധനപരമായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ്. ചിലപ്പോൾ അകാരണമായിട്ടുള്ള ചിലവ് വന്നു ചേർന്നു എന്ന് വരാം. ഹോസ്പിറ്റൽ എക്സ്പെൻസസിനും സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ അന്തർദശാ കാലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും പരിഗണനകൾ, അംഗീകാരങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എങ്കിൽ അതൊക്കെ കിട്ടുന്നൊരു സമയമാണ്. അംഗീകരിക്കപ്പെടുന്നൊരു സമയമാണ്, സ്നേഹിക്കപ്പെടുന്നൊരു സമയമാണ്. പക്ഷേ ചിലവുകളെക്കുറിച്ച്, നിങ്ങളുടെ സേവിങ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നൊരു സമയമായിരിക്കും. എങ്ങനെ ഒരു ഫിനാൻസ് മാനേജ് ചെയ്യണം, സേവിങ്സ് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെപ്പറ്റി ചിന്തിക്കുന്നൊരു സമയം തന്നെയാണ്. കൂടാതെ വീട്ടിലെ മറ്റ് റിസോഴ്സസിനെ പറ്റിയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നൊരു സമയമായിരിക്കും. അതായത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിലെ ചിലവുകളെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടി ചിന്തിപ്പിക്കുന്ന ഒരു പുനർവിചിന്തനം നടത്തുന്ന സമയം കൂടിയായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഫലങ്ങൾ എന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ എവിടെ ഇരിക്കുന്നു, ദശാനാഥനുമായിട്ട് വ്യാഴത്തിൻ്റെ ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അനുസരിച്ചിരിക്കും ഫലങ്ങൾ, അക്യുറേറ്റ് ആയിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയാം. കുറച്ചുകൂടി ആധ്യാത്മിക ചിന്തകൾ കൂടുന്നതാണ്, ദീർഘദൂര യാത്രകൾ നടത്തുന്നതാണ്. നേരത്തെ നിങ്ങൾ നീട്ടിവച്ചിരുന്ന പല യാത്രകളും പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നതാണ്. തീർത്ഥയാത്രകൾക്കായിട്ട് സമയം കണ്ടെത്തുന്നതാണ്. കൂടുതൽ ആത്മവിശ്വാസം വന്നു ചേരുന്ന സമയമാണ്. എന്താ പറയുക, വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഉറച്ച തീരുമാനങ്ങളെടുക്കും. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ ഒരു ആകുലത എന്നത് നിങ്ങളുടെ കുടുംബം, അതുപോലെ നിങ്ങളുടെ ആ ഒരു സേവിങ്സ്, നിങ്ങളുടെ ഒരു ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി ഒരു ആകുലത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്നത് അമിത ചിലവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാഴ്ചിലവ് അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇത് രണ്ടും വളരെ മുഖ്യമായിട്ടുള്ള കാര്യമാണ് മേടം ലഗ്നം, മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇടവം ലഗ്നം, ഇടവം രാശിക്കാർക്ക് എന്താ പറയുക, നേരത്തെ തന്നെ ലാഭത്തിലാണ് എന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും ഈ ഒരു സമയത്ത് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തത് മൂലം ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ ഒരു കുടുംബ സ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ എല്ലാം അന്തർദശകൾക്ക് വലിയ പ്രാധാന്യമാണ്. നേരത്തെ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങൾ, നിങ്ങളുടെ ഒരു കുടുംബ സ്വത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. നേരത്തെ നിങ്ങൾ എന്താണോ ധരിച്ചു വച്ചിരിക്കുന്നത് അതിൽ മാറ്റങ്ങൾ വരുത്തുന്നൊരു സമയമായിരിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടുന്ന ഷെയർ ആയാലും പ്രോപ്പർട്ടി ആയാലും അത്തരം കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കുക. അതിലൊരു തർക്കം വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ അന്തർദശകൾ, അതുപോലെ ഈ വ്യാഴത്തിൽ നിന്ന് ദശാനാഥൻ എവിടെ ഇരിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ആശുപത്രി ചിലവുകൾ വർദ്ധിക്കാനൊരു സാധ്യതയുണ്ട്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. എന്താ പറയുക, ഒരു ഗുപ്ത ശത്രുക്കളെയൊക്കെ സൂക്ഷിക്കണം. നിങ്ങൾ വിചാരിക്കും നല്ല മനുഷ്യരാണെന്ന്, പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാർ, അത് വളരെയധികം അതിന് സാധ്യതയുണ്ട്. മുഖത്ത് നോക്കി നന്നായി സംസാരിച്ചിട്ട് പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരത്തുന്ന ആൾക്കാർ, അവരെ ഒന്ന് കരുതിയിരിക്കണം ഈ ഒരു സമയത്ത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഒക്ടോബർ 9 മുതൽ അതിൻ്റെ ഫലങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അടുത്ത ഫെബ്രുവരി 4 2025 അതുവരെയുള്ള സമയങ്ങൾ എന്നത് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെയും വിശ്വസിക്കാൻ എളുപ്പത്തിൽ അങ്ങനെ നല്ല സമയമല്ല. അതുപോലെ നിങ്ങളുടെ വരുമാനത്തിനൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ നേരത്തെ എടുത്ത പല തീരുമാനങ്ങളെ പറ്റിയും ഒരു പുനർവിചിന്തനം നടത്താൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കണം. നിങ്ങളുടെ ചില സുഹൃത്തുക്കളാണെങ്കിലും കസിൻസ് ആണെങ്കിലും അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം.
അവർ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ചില തന്ത്രങ്ങൾ മെനഞ്ഞ് നിങ്ങൾക്ക് ചില നിങ്ങളുടെ കാര്യങ്ങളിൽ തടസ്സം വരുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ ഈയൊരു സമയം എന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ പ്ലാനിങ്ങോട് കൂടി എന്താ പറയുക, പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണെന്ന് പറയാം. ഇത് ഇടവം ലഗ്നം, ഇടവം രാശിക്കാരുടെ ഒരു ഫലമാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിക്കായിട്ടുള്ള അവസരങ്ങൾ കൊണ്ടുതരുന്നൊരു സമയമാണ്. പ്രത്യേകിച്ചും വിദേശത്ത് നിന്നുള്ള അവസരങ്ങളാണ് കൂടുതൽ സാധ്യത. ഫിനാൻസ്, അക്കൗണ്ട്സ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട, ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ കാര്യങ്ങളും അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. കൂടുതൽ അത്തരം അവസരങ്ങളായിരിക്കും. അതുപോലെ തന്നെ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരുമ്പോഴും അതൊക്കെ രഹസ്യമാക്കി വയ്ക്കാനും പഠിക്കണം. മറ്റുള്ളവരോട് നമുക്ക് വരുന്ന അവസരങ്ങളെ പറ്റിയൊക്കെ നേരത്തെ പറയുമ്പോൾ അതിൽ വിഘ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തം പ്ലാനുകളും നമ്മുടെ തീരുമാനങ്ങളും അതുപോലെ എന്താ പറയുക, നമ്മുടെ ഒരു ജീവിതത്തിലെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും നിങ്ങളുടെ മാരീഡ് ലൈഫിലെ കാര്യങ്ങളും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും ആരോടും അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഒരു സ്വകാര്യത വയ്ക്കുന്നത് നല്ലതായിരിക്കും. ജോലിയിലൊരു അസ്ഥിരതയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ജോലി ഉപേക്ഷിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നല്ലൊരു അഡ്വൈസ് എടുക്കേണ്ടതാണ്. ഫീൽഡ് മാറുമ്പോഴും നിങ്ങൾ ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണെങ്കിലും നാട്ടിലെ ജോലി ഉപേക്ഷിച്ചിട്ട് വിദേശത്തേക്ക് പോകുമ്പോഴും, അതുപോലെ വിദേശത്ത് ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പോഴും, അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴും എല്ലാത്തിനും ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ 12ാം ഭാവത്തിൽ ഇടവത്തിലാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും സ്വാധീനിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ദശയ്ക്കനുസരിച്ചിട്ടാണ് എല്ലാ ഫലവും വരുന്നത്. ദശാനാഥനിൽ നിന്ന് എവിടെയാണ് ഈ ഗോചരം നടക്കുന്നത്. അതുകൂടാതെ മറ്റു ഗ്രഹങ്ങളുടെ ഗോചരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വൈസ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. നേരത്തെ നിങ്ങൾ എന്തെങ്കിലും സാധനകളും പ്രാർത്ഥനകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു നിങ്ങൾക്കൊരു റിച്വൽ നിങ്ങൾ ചെയ്തിരുന്നൊരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിൽ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാനും അത്തരം കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമാണ്. അതിപ്പോൾ ഉദാഹരണത്തിന് ഒരു ജ്യോതിഷമായിക്കോട്ടെ, ഒരു ദേവീ സാധനയായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ നിങ്ങൾ ലഭിക്കില്ല എന്ന് വിചാരിച്ച, എനിക്ക് ഗുരു ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഗുരുവിനെ ലഭിച്ചിട്ട് നിങ്ങളുടെ മുടങ്ങിപ്പോയെന്ന് ഞാൻ പറയുമ്പോൾ അത് കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നിങ്ങൾ പകുതി വച്ചിട്ട് ഒരുപക്ഷെ ആ സമയത്ത് മൃത്യു സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പുനരാരംഭിക്കാനുള്ളൊരു സമയമാണ്. ഇവിടെ എന്താ പറയുക, ജീവിത പങ്കാളിയുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. അവർക്കും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുതിയ എന്താ പറയുക സാധ്യതകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ദശകൾ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, ദശാനാഥൻ്റെ പ്ലേസ്മെൻറ്റ് നല്ലതല്ലെങ്കിൽ, വ്യാഴവുമായിട്ട് ദശാനാഥനുള്ള ബന്ധം, അതിനൊക്കെ അനുസരിച്ചിട്ട് ഈ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തും തീരുമാനമെടുക്കുമ്പോഴും എടുത്തു ചാടി തീരുമാനമെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ഉപദേശം എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു ഉപദേശം എടുത്തിട്ട് മുന്നോട്ട് പോവുക. കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് നന്നായി ചിന്തിപ്പിക്കുന്നൊരു സമയമായിരിക്കും. പ്രത്യേകിച്ച് പ്രോപ്പർട്ടിയെ പറ്റിയും ഒക്കെ നിങ്ങൾ നന്നായി ചിന്തിക്കും. കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്. കഠിനാധ്വാനം വേണ്ടി വരും. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ശത്രുക്കളെ അതിജീവിച്ചിട്ട് വിപരീത സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയത്തെയാണ് കാണിക്കുന്നത്. അതായത് യാതൊരു തരത്തിലും ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഈ ഒരു വക്രഗതി സമയത്ത് നല്ല അധ്വാനം തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ട്, ഒരു ഫലം എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല, നിങ്ങൾക്കത് കാണില്ല. നിങ്ങളൊരു അധ്യാപകനോ ഒരു ബാങ്കിങ് സെക്ടറിൽ, ഒരു ഫിനാൻസ് ഫീൽഡിൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിൽ ഒക്കെ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളാണെങ്കിലും, അപ്പോൾ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഫീൽഡ്, പക്ഷേ ഇപ്പോൾ നിങ്ങളിടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നിങ്ങളുടെ അധ്വാനമായാലും അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കാണാൻ കഴിയില്ല. പക്ഷേ ഈ അധ്വാനം ഒരിക്കലും വെറുതെ ആയി പോകില്ല, അത് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ് കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാർക്ക് വരാനുള്ളത്. അത് ദശാകാലവുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മുടെ ദശയാണ് ഏറ്റവും വലുത്. അപ്പോൾ ദശാനാഥൻ വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ, നല്ല ദശകൾ നടക്കുകയാണെങ്കിൽ, ദശാനാഥനിൽ നിന്ന് വ്യാഴത്തിൻ്റെ അവസ്ഥയും ഒക്കെ
ഒക്കെ നോക്കിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഫലങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് ജനറലായിട്ട് പറയാനുള്ളത്, ഒരുപാട് അധ്വാനിക്കേണ്ട സമയമാണ്. നീട്ടി വയ്ക്കുന്നത് പിന്നെ ചെയ്യാമെന്ന് വെച്ച് നീട്ടി വയ്ക്കുന്നത് നിങ്ങൾക്ക് അത്ര ഗുണം ചെയ്യില്ല. അതുപോലെ കടം മൂലം ചില പ്രശ്നങ്ങൾ വരാനുണ്ട്. നേരത്തെ നിങ്ങൾക്ക് കടമൊക്കെ ഉള്ള വ്യക്തികളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതേപോലെ തന്നെയാണ് ആരോഗ്യവും. അതുകൊണ്ട് ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചിലരൊക്കെ കടമെടുക്കാൻ സാധ്യതയുണ്ട്. അത് കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളെ ചൊല്ലിയുള്ള അതിനൊക്കെ വേണ്ടി കടമെടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ എന്താ പറയുക, കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമല്ല, വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. അതുപോലെ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു സിൻസിയറിറ്റി, നമ്മുടെ ഒരു മോറൽ വാല്യൂസ് മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ശനിയുടെ ഒരു ഗോചരം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് വെല്ലുവിളികളുണ്ട് ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന്. അതായത് നിങ്ങളുടെ ഒരു കർത്തവ്യം ചെയ്തു കൊടുക്കേണ്ടുന്നൊരു സമയമാണ്. അപ്പോൾ ആ വെല്ലുവിളികളെ നേരിട്ട് സധൈര്യം മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ ദശാകാലങ്ങൾക്ക് എടുത്തു പറയാം, ദശാകാലങ്ങൾക്കാണ് നമ്മുടെ ജാതകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം ആ ദശാകാലങ്ങളിൽ നിന്നാണ് നമ്മുടെ കർമ്മങ്ങളെപ്പറ്റി നമ്മൾ അറിയുന്നത്. എന്ത് കർമ്മം ചെയ്തിട്ടാണ് ആ ദശാകാലം ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത്. അതായത് മുൻ ജന്മങ്ങളിൽ നിന്ന് വരുന്ന കർമ്മ ഫലമാണത് നമ്മുടെ ദശാകാലങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സമയം എന്നത്. പക്ഷെ ഗോചരത്തിലെ ഗ്രഹങ്ങൾ ചില കാര്യങ്ങൾ തരാൻ, ചില പരീക്ഷണങ്ങൾ, ചില അനുഗ്രഹങ്ങൾ തരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ ഫലം പിന്നീടെങ്കിലും ആ റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ അധ്വാനം ആവശ്യമാണ്. പക്ഷേ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്നത്, ഇവിടെ പലരും കാര്യങ്ങൾ നീട്ടിവെക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അത് പുതിയൊരു കോഴ്സിന് ചേർന്ന് പഠിക്കുന്ന കാര്യമാകട്ടെ, ഒരു ഹയർ സ്റ്റഡീസിന് പോകുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിവാഹാലോചനയുടെ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയൊരു അവസരം തേടിയിട്ട് വിദേശത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയായിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ നമുക്ക് മുന്നിലേക്ക് വന്ന ഒരു അവസരമായിക്കോട്ടെ, പല കാര്യങ്ങളും നീട്ടിവയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കി കണ്ട് മനസ്സിലാക്കി ആക്ഷൻ എടുക്കേണ്ടതാണ്. നമ്മൾ അധ്വാനിക്കേണ്ടതാണ്. കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാർക്ക് പറയാനുള്ളത്.